അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് കലണ്ടറിലെ 8ാമത്തെ മാസമാണ് ഷാബാൻ അല്ലേ. റമദാനിന് തൊട്ടു മുമ്പുള്ള ഈ മാസം വളരെ പുണ്യകരമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ മാസത്തിൽ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ എന്താക്കുക, കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുക, സുന്നത്ത് നോമ്പുകൾ. റമദാൻ കഴിഞ്ഞാൽ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഷാബാൻ മാസത്തിലാണ്. ഈ മാസത്തിൽ പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ ധാരാളം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്തേത് ബറാഅത്ത് രാവാണ് അല്ലേ, നിസ്ഫ് ഷാബാൻ എന്ന് പറയാം ആചരിക്കുന്നത്. ഷാബാൻ 14-ാം തീയതി അസ്തമിച്ചതിന് ശേഷമുള്ള രാത്രിയാണ് 15-ാം രാവ് ബറാത്തായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ധാരാളം പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ അള്ളാഹുവിനോട് ധാരാളം പാപമോചനം ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ദുആ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നിസ്കാരം, ആ രാത്രിയിൽ പ്രത്യേക സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക. പിന്നെ ധാരാളം സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ നൽകുക, ഭക്ഷണം വിതരണം ചെയ്യുക എന്നിവ ഈ ബറാത്ത് രാവിലെ നമുക്ക് വളരെയധികം നന്മ ലഭിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. മൂന്നാമതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, റമദാനിന് വേണ്ടിയുള്ള ഒരുക്കാണ്. റജബ് മാസത്തിൽ നട്ട് വളർത്തിയ നന്മകൾ കൊയ്ത്ത് കാലമാണ് റമദാൻ എങ്കിൽ ഷാബാൻ എന്താണ്, ആ നന്മകൾക്ക് വെള്ളമൊഴിച്ച് വളർത്തുന്ന മാസമാണ് ഷാബാൻ മാസം. റമദാനിന് വ്രതാനുഷ്ഠാനത്തിന് മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തുക. ഇപ്പം തന്നെ റമദാനിലെ നോമ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ പാകപ്പെടുത്തണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക, ദിക്റുകൾ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഖുർആൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക, അല്ലാഹു തആലയെ ഓർക്കുക, അല്ലാഹു തആലയുമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുക. പിന്നെ അതുകൂടാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക. ഇതൊക്കെയാണ് നമ്മൾ ഷാബാൻ മാസം ധാരാളമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അഞ്ചാമതായിട്ട് നമ്മൾ പാപമോചനം തേടുക, തൗബ ചെയ്യുക. അടുത്ത് വരുന്ന റമദാനിലേക്ക് നമ്മൾ എന്താവണം, ശുദ്ധമായ മനസ്സോടെ പ്രവേശിക്കാൻ തൗബ ചെയ്യൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാവിധ പാപങ്ങളെയും അല്ലാഹു തആലയോട് പുറത്ത് നമ്മളിനി നല്ലൊരു മനസ്സോടുകൂടി നല്ലൊരു ശരീരത്തോടു കൂടിയും എന്ത് ചെയ്യണം, റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പാപമോചനം ധാരാളമായിട്ട് ചെയ്യാം. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം പറയാം, ഷാബാൻ മാസത്തിലാണ് അള്ളാഹുവിലേക്ക് എന്താക്കുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളില്ലേ ധാരാളമായിട്ട് അള്ളാഹുലേക്ക് നമ്മളെ കർമ്മങ്ങളൊക്കെ, ഒരു വർഷത്തെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് എപ്പോഴാണ്, ഷാബാൻ മാസത്തിലാണ്. അതിനാൽ തന്നെ ആ മാസത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം നോമ്പുകൾ നോറ്റിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ തിങ്കളാഴ്ച, വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഷാബാൻ മാസത്തിലെ തിങ്കളാഴ്ച, വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മളുടെ അമലുകളൊക്കെ ഈ ഷാബാൻ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുന്നത്. അപ്പോൾ എന്താക്കുക, അതിനാൽ തന്നെ നമ്മൾ ധാരാളം ആരാധന കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഈ മാസത്തെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഒരു കാരണവശാലും ഷാബാനെ നമ്മൾ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് പാഴാക്കി കളയാൻ പാടില്ല. പിന്നെന്താണ്, മരണപ്പെട്ടവർക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെന്താണ്, രോഗികളെ സന്ദർശിക്കുക. അങ്ങനെ നന്മകൾ ധാരാളം സ്വതക്ക നൽകുക. ഇങ്ങനെയൊക്കെ ഈ ഷാബാനിൽ തന്നെ നമ്മൾ നമ്മൾ പൂർണ്ണമായിട്ടും നോമ്പിലേക്ക് നമ്മൾ തയ്യാറാവണം. ധാരാളമായിട്ട് നോമ്പുകൾ നോൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഷാബാൻ മാസത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവയിൽ ചില കാര്യങ്ങൾ പറയാം. നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക, ബിദ്അത്ത് ചെയ്യാതിരിക്കുക, ബിദ്അത്തായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, റമദാനിനായിട്ട് ഒരുങ്ങുമ്പോൾ മടി കാണിക്കാതിരിക്കുക തുടങ്ങിയവ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷാബാൻ മാസത്തിൽ തന്നെ അതിനായിട്ട് തയ്യാറായി എല്ലാവിധ അടങ്ങാറിൽ നിന്നും മാറി നിൽക്കാൻ നമ്മളെ ശരീരം സജ്ജമാവണം. പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ, ആമീൻ. അപ്പോൾ റജബ് മാസത്തിൽ നമ്മൾ വിത്ത് പാകുക, ആരാധനകൾ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഷാബാനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്ത ആരാധനകൾ നനയ്ക്കുക എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക.
റമളാൻ മാസത്തിൽ നമ്മൾ എന്താക്കണം, അത് കൊയ്യണം, പൂർണ്ണമായിട്ടും ആരാധനയിൽ മുഴുകുക എന്നതാണ് ഷാബാൻ്റെ പ്രധാന ലക്ഷ്യം. പഠിച്ച തമ്പുരാൻ ദുആ കൊണ്ട് ഒരുപാട് പേര് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ആരൊക്കെയാണോ എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവരുടെയും മനസ്സിലെ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ, നമ്മളെ റമളാനിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. ആമീൻ.